ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ നാടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന കുളത്തിനും പള്ളിക്കൊക്കെ പിറകിൽ ഒരുപാട് കഥകളുണ്ട്. കുളം ജിന്നുണ്ടാക്കിയതാണെന്നൊക്കെ ഉള്ള കഥകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥയും അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ നമുക്കൊന്ന് ഉമ്മാട് ചോദിച്ചറിയാം. പൂവഞ്ചനൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞിട്ടിക്കാണിമ്മ. ചെറിയൊരു നിസ്കാരപ്പള്ളി ഉണ്ടായിരുന്നു. രാത്രി 12 മണിയാവോളം ഒരു ഒഴിഞ്ഞ പാറപ്പുറയുന്നത്. നേരം വെളുത്ത് സുബൈൻ്റെ നേരം ആകുമ്പോഴത്തേന് വലിയൊരു കുളം, 1.5 ഏക്കർ സ്ഥലത്തൊരു കുളമായിരിക്കണം. പിന്നെ സുബൈക്ക് ഒരാൾ നിസ്കരിക്കാൻ വന്നപ്പോഴാണ് കുളം കാണുന്നത്. അപ്പോൾ അതിന് നിസ്കരിക്കാൻ്റെ ബാക്കിൽ ഒരാളൊന്ന് നിസ്കരിച്ചിരുന്നു. അപ്പോൾ ഇയാൾ വേഗം നിസ്കാരം കഴിഞ്ഞിട്ട് മീനിന് കടപ്പുറത്തേക്ക് മീൻ വാങ്ങാൻ പോവുകയാണ് താന്നൂർക്ക്. അപ്പോൾ എനിക്ക് നിങ്ങൾ എവിടേക്ക് അങ്ങനെ വേഗം പോകുന്നു വെച്ചാൽ പറഞ്ഞു, ഞാൻ മീൻ വാങ്ങാൻ പോവുകയാണ്, കടപ്പുറത്തേക്ക് പോവുകയാണ്, എനിക്ക് മീൻ കച്ചവടമാണ്, അതിനിപ്പോൾ പോയെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് തിരിച്ചെത്തും, ഞാൻ നടന്ന് പോകലാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ കുളത്തിൽ നിന്നാണ് കോരിക്കോളി, നിങ്ങൾ എന്ത് മീനാണ് നിങ്ങൾ വാങ്ങൽ, എന്ത് മീൻ നിങ്ങളെ ഉദ്ദേശം, നിങ്ങൾ ഈ കുളത്തിൽ നിന്ന് കൊട്ടോണ്ട് കോരിക്കോളി. അപ്പോൾ കൊട്ടോണ്ട് കോരി വെക്കുമ്പോൾ നിറച്ചും മത്തി, അയാൾ മത്തിയാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്, നിറച്ചും മത്തിയിട്ട് എന്നെ കണ്ട വിവരവും ഞാൻ പറഞ്ഞതും ഒന്നും ഇത് എവിടുന്നാന്ന് ചോദിച്ചാലൊന്നും ആരോടും പറയരുത്, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മീനെ പിടിക്കാം, പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കിട്ടൂല. അങ്ങനെ അയാൾ 3 ദിവസം അതേപോലെ സുബഹിസ്കാരം കഴിഞ്ഞ് കൊട്ടോണ്ട് കോരി കൊണ്ടുപോയി ആ മീൻ എത്രയും പെട്ടെന്ന് വിറ്റ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭാര്യ ചോദിക്കും, എന്നും എങ്ങനെ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് മീൻ കൊടുത്ത് വിറ്റ് കായത്, ഒന്ന് പോയിട്ടില്ല, ഞങ്ങൾക്ക് എത്ര വേഗം വന്നതെന്ന് ഇങ്ങനെ ചോദിക്കപ്പോൾ 2 ദിവസം ഇയാൾ പറഞ്ഞില്ല. 3-ാമത്തെ ദിവസം ഇയാൾ പറഞ്ഞ്, ഞാൻ പിന്നെ എന്നോടൊരാൾ ആരോടും പറയരുതെന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് പറയാത്തതാണ്, ഇതാരോടും പറയരുത്, ഞാനിങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ്, പിന്നെ ആരോടും പറയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം. അങ്ങനെ അയാൾ ഓളാരോടും പറയില്ല എന്ന് പറഞ്ഞു കൊടുത്ത് പിറ്റേന്ന് രാവിലെ അതേമാതിരി സുബഹിസ്കരിച്ച് തന്നെ വന്ന് പോയി നോക്കുമ്പോൾ നിറച്ച് തവളേനെ ഒറ്റ മീനും കിട്ടിയില്ല. അങ്ങനെ അന്ന് മുതൽ പിന്നെ അതിൽ ആ മീനെ കണ്ടിട്ടില്ല. നിറച്ചുള്ള ഈ മീൻ എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ അതിൽ ഒരുപാട് മീനുകളുണ്ട്, വളർത്തു മീനുകളാണ്, ഫുള്ള് മീനാണ്. എല്ലാവരും 4 പുറമുള്ളവരെല്ലാവരും വന്ന് കുളിക്കലും തിരുമ്പലും എല്ലാം എന്നതിനകത്ത് വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല. അതിൽ 7 കിണറുണ്ട്. ചളി കോരിയപ്പം വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് 1 മാസം വെച്ച് മോട്ടർ വെച്ച് വാർത്തിട്ട് വെള്ളം വാർന്നില്ല. ഇത് 7 കിണറുണ്ട്. എന്നിട്ട് പിന്നെ അന്ന് ചളി വരാൻ നോക്കിയപ്പോൾ കുറച്ച് കണ്ട് 7 കിണറുണ്ട്. ഇന്ന് ചളി കോരാൻ, കിണറ്റിന് ചളി കോരാൻ പറ്റിയില്ല. ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ കുളം. ഇതുവരെയും ആ കുളത്തിലെ വെള്ളം വറ്റിയിട്ടില്ല. എത്ര കാലമായി, എത്ര കൊട്ടം വേനൽ വന്നാലും എല്ലാ സ്ഥലത്തു നിന്നും റമ്മിൽ വെള്ളം അടിച്ച് കൊണ്ടുപോകും. എല്ലാവരും വണ്ടിയിൽ തുണികൾ കൊടുന്ന് അലക്കും. നേരം വെളുക്കുന്നത് വരെയിലും അലക്കാനും കുളിക്കാനും ആൾ വരുമല്ലോ. ഇതുവരെ വറ്റിയിട്ടില്ല. അതിൽ നിറച്ച് അയിലും മത്തിയായിരുന്നു. ആ വെള്ളം ചെനയിൽ ഫുള്ളും. അത് അന്ന് അയാളെ ഭാര്യനോട് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ അതിലൊരു മീനും ഉണ്ടായിട്ടില്ല. അപ്പോൾ വളർത്തു മീൻ ആരെങ്കിലും കൊണ്ടുവന്നാക്കി വളർത്തുന്ന മീൻ നിറച്ചുണ്ട്, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് നമ്മുടെ പൂവഞ്ചനൻ്റെ ചരിത്രമായിട്ട് വരുന്നത്. ഉമ്മക്ക് അറിയണ കാര്യങ്ങൾ ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.